guys, welcome back to my YouTube channel. അപ്പോൾ എല്ലാവരും ഹാപ്പി. ഞാനിത് കുറേ വട്ടമായി വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ പുറത്തുനിന്ന് തൊട്ടപ്പുറത്ത് സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ എന്തോ ബെഞ്ച് വലിക്കുകയോ അങ്ങനെ എന്തോ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ കലാപരിപാടികളായിട്ട് തോന്നുന്നു. ഭയങ്കര ബഹളം, ഇടയ്ക്കിടയ്ക്ക് ബഹളം വരുന്നുണ്ട്. അത് വീഡിയോയിൽ എത്രത്തോളം അറിയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുക്കും പോസ് ചെയ്യും പണ്ടാറ പിടിക്കാം. അപ്പം എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ അത് നോക്കി നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആൾക്കാരെന്നോട് ചോദിച്ചൊരു മൈക്കൊക്കെ വാങ്ങിക്കൂടെ ഉണ്ട്. അപ്പം ഞാൻ മൈക്ക് വാങ്ങാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങിക്കോട്ടെ. അത് 1K ഒക്കെ ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് മോണിറ്റൈസൊക്കെ ആയിട്ട് പോരെ മൈക്കൊക്കെ. അപ്പം എന്തായാലും നമുക്ക് കാര്യത്തോട്ട് കിടക്കാം. പിന്നെ ആൾക്കാർ പറയാറുണ്ട് മറ്റേ ഫാൻ ഓഫ് ആക്കിയിട്ട് വീഡിയോ ചെയ്തോ. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല. ഞാൻ ചുട്ട് പൊടിലാണ്. ഞാൻ വേണമെങ്കിൽ തെളിവ് കാണിച്ചു തരാം. കണ്ടാ ഫാൻ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ പൊതുവെ വീഡിയോയിലൊന്നും ഫാൻ ഇടാറില്ല. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പുറത്തു കൂടെ വണ്ടി പോകുന്നതിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെയാണ്. അപ്പോൾ ഞാൻ മാക്സിമം കഴിയുന്നതും ഫാനിൻ്റെ സൗണ്ടൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് പണ്ട് ചെയ്തിരുന്നു. പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ ഈ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സൗണ്ടൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ മാക്സിമം എന്നിൽ പരമാവധി പറ്റുന്ന സൗണ്ടൊക്കെ ഞാൻ കുറയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലല്ലല്ലോ, പുറത്ത് വണ്ടി പോകുന്നതും പിന്നെ അപ്പുറത്ത് ബെഞ്ച് നിൽക്കുന്നതൊന്നും എൻ്റെ കയ്യിലല്ലല്ലോ. അപ്പോൾ നമുക്ക് കാര്യത്തോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസോ ടിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് വഴി ഒന്ന് പറയുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കയറി ഫോളോ ചെയ്യുക. ഷാരു തന്നെയാണ് ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൻ്റെ പേര്. അപ്പോൾ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടെയും പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പിന്നെ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ കാണിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കും നമ്മുടെ വീഡിയോ എത്രത്തോളം, വീഡിയോൻ്റെ പെർഫോമൻസ്. വൃത്തിയിട്ട ഒരു മുടി പൊങ്ങി നിൽക്കുന്നുണ്ട്. അതൊന്ന് വൃത്തിക്കാക്കുക വെച്ചാൽ പറ്റില്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തലയിലൊരു മാസ്ക് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ മുട്ട ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ മുട്ടേൻ്റെ ശരിക്കും നമ്മൾ മുട്ടേൻ്റെ വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ എന്നാണല്ലോ പറയാ. ഞാൻ പിന്നെ മഞ്ഞ വേസ്റ്റ് ചെയ്യേണ്ടത് വിചാരിച്ച് മഞ്ഞയും കൂടി ചേർത്ത്. അപ്പോൾ മഞ്ഞയും കൂടി ചേർത്തതിന് ശേഷം മുടി ഭയങ്കര ഒട്ടി നിൽക്കുന്നുണ്ട്. ഇത് എത്ര ഇതാക്കിയിട്ടും റെഡി ആവുന്നില്ല. ഞാനങ്ങനെ ഷാമ്പു വാഷും ചെയ്തില്ല, സാധാ വെള്ളത്തിലാണ് വാഷ് ചെയ്ത്. അപ്പം എന്തായാലും നമുക്ക് കാര്യത്തോട്ട് കിടക്കാം. ഞാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ ഹാപ്പി ചെയ്ത്. അതായത് നമ്മൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോൻ്റെ പ്രോഗ്രസ്, വീഡിയോൻ്റെ റീച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് യൂട്യൂബ് എന്താ പറയുക കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. യൂട്യൂബ് നമ്മളോട് എന്താ പറയുക ഈ ഓരോ വീക്ക്ലി പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തു, എത്ര ലോങ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു, എത്ര സബ്സ്ക്രൈബേഴ്സിന് കിട്ടി, അങ്ങനെ മന്ത്ലി പെർഫോമൻസ് അവർ പറയും. അതിന് ഈ മന്തിലെ പെർഫോമൻസ് പറഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഈ മാസം വ്യൂസ് കൂടുതലാണ്, സബ്സ്ക്രൈബേഴ്സ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഏപ്രിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെയിൽ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനും നല്ല രീതിക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് മോട്ടിവേഷൻ കയറി വീഡിയോസ് എടുക്കാനുള്ള. അപ്പോൾ എന്തായാലും അതിൻ്റെ ആക്രാന്തം കൊണ്ടെടുത്ത വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മെസ്സേജ് കണ്ടപാടുള്ള ഒരു ആക്രാന്തത്തിലെടുക്കുന്ന വീഡിയോ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിനോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത് വെയിറ്റ് ലോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതൽ സെർച്ച് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിക്ക് എനിക്ക് കുറേ സജഷൻസ് യൂട്യൂബ് തന്നു. അത് പക്ഷേ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ വീഡിയോസിൽ കൂടുതലും ഓടാറ് വെയിറ്റ് ലോസിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്ത് ടോപ്പിക് പറയാൻ വിചാരിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ വെയിറ്റ് ലോസ്. ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ഒന്ന് രണ്ട് പിള്ളേരൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് വെയിറ്റ് കൂടുതലാണ്, ഇങ്ങനെയാണ് വെയിറ്റ് എങ്ങനെ കുറയ്ക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടു. കുറേ പേരല്ല, 2-3 പിള്ളേർ കമൻറ്റ് ഇട്ടു. അപ്പോൾ ഈ വെയിറ്റ് ലോസിൻ്റെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് വെയിറ്റ് ലൂസ് ചെയ്യുന്നത് എന്തിനാ ഇൻ ദ സെൻസ്, അതായത് നമുക്ക് വെയിറ്റ് ലോസിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. പകുതി മുക്കാലും ആൾക്കാർക്ക് അറിയുമായിരിക്കും. ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ തംബ്നെയിലും
തമ്മിലും കണ്ടിട്ടുണ്ടാവും. അതായത് ബോഡി മാസ് ഇൻഡെക്സ് BMI. നമുക്ക് സ്കൂളിലൊക്കെ പണ്ട് പഠിക്കാനുണ്ടായിരുന്നു. BMI ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും അതിനൊക്കെ പഠിക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അതായത് നമ്മുടെ ഹൈറ്റിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ആണോ നമുക്കുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനൊരു ഇക്വേഷനും ഫോർമുലൊക്കെ ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ എനിക്കതൊന്നും ഓർമ്മയില്ല. സ്കൂളിൽ പഠിച്ചാണ്, എനിക്ക് ഓർമ്മയില്ല. സത്യം പറയാമല്ലോ, ഇന്നലെ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പിന്നെ സ്കൂളിൽ പഠിച്ച കാര്യം പറയണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് BMI കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് അവർ നമ്മുടെ ഹൈറ്റും വെയിറ്റും എൻ്റർ ചെയ്യാൻ പറയും. അപ്പം നമ്മുടെ ഹൈറ്റും വെയിറ്റും ഇപ്പം നമുക്ക് അവിടെ അങ്ങനെ ഏത് യൂണിറ്റിലാണ്, അതായത് ഇപ്പോൾ ഹൈറ്റ് മീറ്ററിലാണോ സെൻറ്റിമീറ്ററിലാണോ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നമ്മുടെ ഹൈറ്റും കൊടുക്കുക വെയിറ്റും കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ BMI പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ എന്നിട്ട് അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതായത് അവർ മെയിനായിട്ട് 3 ഡിഗ്രി ആയിട്ടാണ് പറഞ്ഞുതരാം. അതായത് ഒന്നെങ്കിൽ അണ്ടർ വെയിറ്റ് ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഇതിലിപ്പോൾ നമ്മുടെ ഓവർ വെയിറ്റാണ് കിടക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. കാരണം നമ്മുടെ ഇപ്പോൾ ചിലവരെ ഒക്കെ സംബന്ധിച്ച് അവർ നല്ല ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടാകുമ്പോൾ അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇപ്പോൾ സാധാരണ ഒരാളെ സംബന്ധിച്ച് 50 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആയിരിക്കാം. അതായത് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ച്. പക്ഷെ ഒരു ടോൾ ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഒരു 170 അല്ലെങ്കിൽ 175 സെൻറ്റിമീറ്റർ ഒക്കെ ഹൈറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഈ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വെയിറ്റ് ആവുക. അപ്പം നമ്മൾ അത് അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ നോർമൽ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു സൈറ്റ് കയറി നമ്മുടെ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അവർ പറയും, അതായത് നോർമൽ ആണോ അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ ഓവർ വെയിറ്റ് എന്നുള്ള കാറ്റഗറി അല്ലെങ്കിൽ ഇപ്പോൾ നോർമലാണ്. ഇപ്പോൾ നോർമലിക്ക് തോന്നുന്നു 25 വരെ കണ്ടാണ് അവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ 25 ആണ് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതുകൊണ്ട് നിങ്ങളത് ചെക്ക് ചെയ്ത് അതിൽ എന്താ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നോക്കി ചെയ്യുക. അപ്പോൾ എന്തായാലും 25 ആണെന്ന് തോന്നുന്നു നോർമൽ. അപ്പോൾ ഈ അതായത് നോർമലിൻ്റെ വക്കത്ത് നിൽക്കുകയാണ് വെച്ചാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റിനുള്ള വെയിറ്റ് നമ്മൾ ഓവറായിട്ട് വെയിറ്റ് ലൂസ് ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പട്ടിണി കിടക്കുന്നതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഇനിയിപ്പോൾ ആർക്കൊക്കെയാണ് ഈ പറഞ്ഞ വെയിറ്റ് ലോസ് ആർക്കൊക്കെയാണ് ഈ BMI അപ്ലിക്കബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് BMI നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ മെയിനായിട്ട് പിള്ളേരാണ് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ടീനേജേഴ്സ് ആവട്ടെ 18 വയസ്സിന് താഴെയുള്ള മക്കളാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ BMI നോക്കിയിട്ട് ഇതിട്ട് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കുറേ പിള്ളേർ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചേച്ചി വെയിറ്റ് കൂടുതലാണ് 85 കിലോ ഉണ്ട് വെയിറ്റ് കുറയ്ക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ BMI അപ്ലിക്കബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BMI അപ്ലിക്കബിൾ ആവുക എന്ന് പറയുമ്പോൾ അതായത് മക്കളെ സംബന്ധിച്ച് പിള്ളേരെ സംബന്ധിച്ച് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന പ്രായമാണല്ലോ. അപ്പോൾ അവർ വെയിറ്റ് കൂടുക വെയിറ്റ് കുറയുക പിന്നെ അതേപോലെ ഹൈറ്റ് ഇനിയും വെക്കുക അപ്പം അങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പോൾ അവർക്ക് ഈ BMI നോക്കിയിട്ട് നമുക്ക് വെയിറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് അത് ഒരു അതിൽ കാര്യമില്ല. അവർക്ക് അതിന് പകരം വേറെ ഹൈറ്റ് ചാർട്ട് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളോട് ഞാൻ പറയാണ് ദൈവത്തെ ഓർത്ത് BMI നോക്കിയിട്ട് നിങ്ങൾ വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും നിൽക്കരുത്. നിങ്ങളിപ്പോൾ വളർന്നു വരുന്ന പ്രായമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറയുന്ന പോലെ ഫുഡ് കഴിക്കാണ്ടിരിക്കുക അങ്ങനത്തെ ഇപ്പോൾ എനിക്കറിയുന്നത് തന്നെ പിള്ളേരുണ്ട്. അതായത് തടി കുറയ്ക്കാനാന്നും പറഞ്ഞിട്ട് 5ലും 6ലും പഠിക്കുന്ന പിള്ളേർ പലതരം ഫുഡ് ഒഴിവാക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചോറ് കഴിക്കാണ്ടിരിക്കണം. അപ്പോൾ ഇതിലൊന്നും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരിക്കുക അവർക്ക് വേണ്ട ഫുഡ് വരെ അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ അതായത് പിള്ളേരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങളിപ്പോൾ നിങ്ങൾ വളരുന്ന പ്രായമാണ്. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലാണ്ട് നിങ്ങൾ ഇപ്പം തന്നെ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് വെയിറ്റ് ലൂസ് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരാകുമ്പോൾ മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക. ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിലെ ഗെയിമല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഓടിച്ചാടി കളിക്കുക അങ്ങനത്തെ ഇപ്പോഴത്തെ പിള്ളേർക്ക് മെയിനായിട്ട് അതില്ല എന്നല്ല അത് കുറവാണ്.
ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മറ്റേ ഒളിച്ച് കളിക്കുക, പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ മറ്റേ ടുംടുമാലാക അത് ഇത് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ കളിക്കുക. പിന്നെ മറ്റേ കക്ക് കളിക്കുക, അങ്ങനെ കുറെ നമ്മൾ ഓടി കളിക്കുക, എല്ലോടി സ്റ്റോപ്പ്, പിന്നെ അങ്ങനെ കുറെ ഗെയിംസ് നമ്മൾ കളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ഫുൾ ഫോണ് അത് ഇതൊക്കെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കി നിങ്ങൾ മാക്സിമം ആക്റ്റീവ് ആവുക. അല്ലാത്ത ഇനിയിപ്പോ വല്ല ബാസ്കറ്റ് ബോള്, ഫുട്ബോള്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ മാക്സിമം ഇൻവോൾവ് ആവാൻ നിൽക്കുക. അല്ലാണ്ട് ഈ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊന്നും വെയിറ്റ് ലോസ് ചെയ്യേണ്ട ടൈമല്ല. അതിന് നിങ്ങൾക്ക് സമയമുണ്ട്. 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് അത് ചെയ്താൽ മതി. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ BMI എന്നൊരു ടോപ്പിക്കിന് തന്നെ വീഡിയോ. ഇപ്പോൾ BMI കുറേ പേർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാത്ത 1-2 ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മറ്റേ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന ഇത് മെയിനായിട്ട് പിള്ളേരാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു BMIൻ്റെ വീഡിയോ ഇടുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വലിയ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ BMI കാൽക്കുലേറ്റർ എടുക്കുക, നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് വെയിറ്റ് ലോസ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്താ പറയുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ ബെല്ലൈക്കൺ ഞാൻ ഒരു വട്ടപ്പം മുന്നേ പറഞ്ഞു, എന്തായാലും ബെല്ലൈക്കണൊക്കെ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.